ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഈ വീഡിയോ ഇടുന്നത് ഇന്നിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാലോ ഗൈസ്. എമ്പുരാൻ ഇറങ്ങിയ ദിവസമാണ്. ഒടുക്കത്തെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ. കുറേ ദിവസമായിട്ട് ലൂസിഫർ തന്നെയും പിന്നെയും മറിച്ചും തിരിച്ചും കണ്ടുകൊണ്ടിരിക്കുക. കാരണം അത് കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യണല്ലോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളതിൽ തന്നെ എനിക്ക് വേറൊരു ദുഃഖവുമുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോമ്പുതുറയാണ്. അപ്പം ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നോമ്പുതുറ പ്ലാൻ ചെയ്തത്. അപ്പം അതിന് പോകാത്തതിൻ്റെ സങ്കടമുണ്ട്. എന്നാൽ എൻ്റെ എമ്പുരാൻ കാണുന്നതിൻ്റെ എല്ലാവിധ സന്തോഷമുണ്ട് എൻ്റെ കയ്യിൽ. കണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കാനുള്ള കത്തിയൊക്കെയാണ് എൻ്റെ കയ്യിൽ. ഇതൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് തിയേറ്ററിൽ പോകാൻ. അപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ സാധനമൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, കീർത്തനേച്ചിൻ്റെ കൂടെ പോകുന്നത്. കീർത്ത അവിടെ ഉണ്ട്. ഞാൻ ചേച്ചിൻ്റെ അടുത്ത് എത്തണം. ഞങ്ങൾക്ക് രണ്ടാക്കും നോമ്പുതുറ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടാത്തതിന് നല്ല സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ ഗൈസ്, കഷ്ടപ്പെട്ട് കിട്ടിയ ടിക്കറ്റാണ്. രാവിലെ തൊട്ട് ടിക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ എല്ലാ ഷോയും ഫുള്ള്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ വൈകുന്നേരത്തെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പം ഞങ്ങൾക്ക് കളയാൻ മനസ്സ് വന്നില്ല. എല്ലാവരും ഞങ്ങളെ പോവല്ലേ നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞ് ഇതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ മനസ്സ് വന്നില്ല. കീർത്തനെ കിട്ടി. ഞങ്ങളുടെ വളരെ സാഹസികമായ ജേണി ആയിരുന്നു. ബസ്സിൽ വീട് പോകാൻ ഞങ്ങളുടെ ഭാഗ്യം. ഇതിൻ്റെ സിനിമ കാണാൻ ഞങ്ങളാരും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇത് കാണണമെന്ന് ദൈവം തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബസ്സിൽ വീടാണ് നമ്മളെ കിട്ടിയത്. ഇനി എൻ്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷമേ ഞാൻ തുറക്കുള്ളൂ കേട്ടോ. ഹായ് ഗൈസ്, ഞങ്ങൾ നോമ്പൊക്കെ പിടിക്കാണ്ട് അവിടെ പോയി പടം കണ്ടത് വെർത്താണ്. എൻ്റെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇവിടെ ഈ കഴിഞ്ഞത്. നല്ല സ്ക്രിപ്റ്റ്, നല്ല വിഷ്വൽസ് എല്ലാം കണ്ട് നല്ല സൂപ്പർ പടമാണ്. ചേച്ചി എന്ന് പറയാനുള്ളത് അപ്പം എന്താ ഞങ്ങളുടെ അഭിപ്രായം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളും എന്തായാലും പോയി കാണാം. നല്ല സൂപ്പർ സെറ്റ് പടം. ഗൈസ്, നേരത്തെ വേഗം ബായ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ബസ് കണ്ടായിരുന്നു. ആ ബസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം ബായ് പറഞ്ഞത്. ബട്ട് ബസ് പോയി. സോ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് നടക്കണ വരെ സമയമുണ്ട്. സോ ഓവറോൾ പടമേ അടിപൊളിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ബീജിയം ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഓരോ സീനിലും രോമാഞ്ച എഫക്റ്റ് ആയിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ള നിങ്ങളിപ്പോൾ ഞങ്ങളെപ്പോലെ 2 പേരൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് നല്ല വൈബ് സെറ്റായിട്ടുള്ള ടീംസാണ് അടുത്തിരിക്കുന്നതെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഫുൾ എൻജോയ്മെൻ്റ് ആയിരിക്കും. കാരണം നമ്മളെല്ലാവരും കൂടി ഓരോ സീനിനും ആർത്ത് വിളിച്ച് അമ്മാതിരിയായിരുന്നു. ലാസ്റ്റ് ഇവരെല്ലാവരും കൂടി വരുന്ന നമ്മുടെ പൃഥ്വി സാറും മോഹൻലാലേട്ടനും എല്ലാവരും കൂടി വരണ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് ഫയറാണ് ഫയർ. ഞാൻ ഒരു സ്പോയിലറും ബ്രേക്ക് ചെയ്യില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സ്പോയിലറൊന്നും വിളിച്ചു പോയി പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും സ്പോയിലറൊന്നും പറയില്ല. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യണം, തിയേറ്ററിൽ പോയി കാണണം. ആരും പോയി കണ്ടിട്ട് ഇന്ന ആൾ വന്നു അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറയത്തില്ല. എന്തായാലും പോയി കാണും, അത്രയേ ഉള്ളൂ.